പ്രവാസത്തിന്റെ 30 വർഷങ്ങൾ, ഷാർജ മണ്ണിൽ തുടങ്ങിയ അതിജീവനത്തിന്റെ കഥ. 1996 ഏപ്രിൽ 17. വെറും 16 വയസ്സുള്ളപ്പോൾ ഷാർജ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു പേടിയും ഒപ്പം വലിയ സ്വപ്നങ്ങളുമുണ്ടായിരുന്നു. ഉപ്പ നടത്തിയിരുന്ന ഗ്രോസറിയിൽ സഹായിച്ചുകൊണ്ടായിരുന്നു എന്റെ പ്രവാസ ജീവിതത്തിന്റെ തുടക്കം. പരീക്ഷണങ്ങളും നഷ്ടങ്ങളും നിറഞ്ഞ ആദ്യകാലം. ജീവിതം എല്ലായ്പ്പോഴും സുഖകരമായിരുന്നില്ല. ഉപ്പയുടെ ബിസിനസ്സിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായ കാലമായിരുന്നു അത്. കച്ചവടം പൊളിഞ്ഞ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ഞങ്ങൾക്ക് നാട്ടിലെ വീട് പോലും വിൽക്കേണ്ടി വന്നു. പ്രവാസത്തിന്റെ ആദ്യ 5 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും നാട്ടിൽ പോകാൻ കഴിയാത്ത വിധം കഠിനാധ്വാനം ചെയ്താണ് ഞാൻ ഇന്നത്തെ ഈ നിലയിലേക്ക് വളർന്നത്. വഴികാട്ടികളും താങ്ങായി നിന്നവരും എന്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരെ ഞാൻ എന്നും നന്ദിയോടെ സ്മരിക്കുന്നു. എന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ച മഹ്മൂദ് മാമനും ലൈസൻസ് കിട്ടിയ ശേഷം തന്റെ വണ്ടിയിൽ കൊണ്ടുപോയി എനിക്ക് പ്രായോഗികമായ അറിവ് പകർന്നു നൽകിയ ഉപ്പയുടെ അനിയൻ ഹംസ എളാപ്പയും കൂരിക്കോത്ത് എന്നും എന്റെ ഓർമ്മയിലുണ്ടാകും. അതുപോലെ എന്റെ മാമന്മാരായ ഹംസ്, ചെറിയക്ക, സുബൈർ, കുഞ്ഞീക്ക എന്നിവർ നൽകിയ സ്നേഹവും കരുതലും എന്റെ വളർച്ചയിൽ വലിയ പിന്തുണയായിരുന്നു. ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്ന മറ്റൊരാൾ ഉപ്പയുടെ സഹോദരന്റെ മകൻ ഗഫൂർക്കയെ ആണ്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ലെങ്കിലും എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സ്നേഹത്തോടെ കൂടെയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും എന്റെ ഹൃദയത്തിലുണ്ടാകും. പ്രവാസത്തിന്റെ ആദ്യ നാളുകളിൽ അജ്മാനിൽ വെച്ച് എനിക്ക് ലഭിച്ച ആദ്യത്തെ സുഹൃത്തായിരുന്നു പാകിസ്ഥാനി സ്വദേശിയായ അൽതാഫ്. അന്ന് 16 വയസ്സുകാരനായ അൽതാഫും അവന്റെ സഹോദരങ്ങളും എനിക്ക് സ്വന്തം കുടുംബത്തെപ്പോലെയായിരുന്നു. എന്റെ പഴയ സ്പോൺസർ സുൽത്താൻ അൽഷംസി നൽകിയ പിന്തുണയും വിശ്വാസവും യുഎഇയിലെ എന്റെ തുടക്കകാലത്തെ സുരക്ഷിതമാക്കി. 2003-ൽ വിവാഹം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ പുതിയൊരു തൊഴിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിച്ചത് സഹോദരിയുടെ ഭർത്താവ് മൊയ്തീൻ കോയക്ക ആണ്. അദ്ദേഹം വഴി ലഭിച്ച ആ തുടക്കമാണ് എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കിയത്. അദ്ദേഹം എന്നെ ദുബായിലെ ഒരു വലിയ കമ്പനിയിൽ ജോലി ആക്കി തന്നു. അതാണ് എന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിയത്. പിന്നീട് ഞാൻ APT ഗ്ലോബൽ കമ്പനിയിൽ ചേർന്നു. എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ അനിൽ സാറും തോമസ് സാറും പ്രദീപ് സാറും APT ഗ്ലോബലിൽ എനിക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും എന്നിലെ ഉദ്യോഗസ്ഥനെ വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഞാൻ UAEയിൽ ജോലിക്ക് ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ എന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു സഹോദരനെപ്പോലെ കൂടെ നിൽക്കുന്ന രമേശ് സാറിനെ, രമേശ് ചെമ്പാച്ചി, ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. കരുത്തായി കൂടെ നിൽക്കുന്നവർ. എന്റെ ഓരോ ഉയർച്ചയിലും താഴ്ചയിലും എനിക്ക് തുണയായത് എന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പ്രാർത്ഥനയാണ്. 2024 ഭാര്യ ജസ്രിയെ കഠിനമായ അസുഖം ബാധിച്ചപ്പോൾ അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് വലിയൊരു താങ്ങായി നിന്നത് എന്റെ കമ്പനിയായ APT ഗ്ലോബൽ മറൈൻ സർവീസും അനിൽ സാറുമാണ്. ചികിത്സയുടെ ആ ഘട്ടത്തിൽ സാമ്പത്തികമായും മാനസികമായും അനിൽ സാർ നൽകിയ ആ വലിയ സഹായം വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിലൂടെയും കഠിനമായ ചികിത്സയിലൂടെയും കടന്നുപോയപ്പോഴും തളരാതെ നിന്ന ജസ്രിയുടെ കരുത്താണ് എനിക്കും ശക്തിയായത്. ഇന്ന് അവൾ പൂർണ്ണ ആരോഗ്യവതിയായി കൂടെയുണ്ട്. ഇസ്മായിൽ, സുൽത്താൻ, മെഹ്റ്റ എന്നിവരടങ്ങുന്ന എന്റെ കൊച്ചു ലോകത്ത് ഞാൻ ഇന്ന് സംതൃപ്തനാണ്. 30 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബാലനായി പ്രവാസം തുടങ്ങിയ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിനിൽക്കുന്നത് വലിയൊരു അതിജീവനത്തിന്റെ കഥയാണ്. ഈ മണ്ണിൽ പൊരുതി നേടിയ ഓരോ കാര്യത്തിനും സർവശക്തനോട് നന്ദി പറയുന്നു. നിസ്ഫർ കൂരിക്കോത്ത്.